mortal body became immortal. This mortal body became immortal through baptism. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് സഭയിൽ മരണമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഭവനത്തിലെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വല്യപ്പച്ചന്റെ ശവശരീരം, മൃതശരീരം അല്ലേ, നമ്മളങ്ങനെ പറഞ്ഞു. ഇവിടെയാണെങ്കിൽ വ്യൂവിങ്ങിന് കൊണ്ടുവരും, അതിനുശേഷം ബറിയൽ നടക്കും. എല്ലാ ശുശ്രൂഷയും കഴിയുമ്പം മുഖം ശ്വാസപ്പാവുകൊണ്ട് മൂടും, സമത്തേരിയിലേക്ക് അടക്കാൻ എടുത്തുകൊണ്ട് പോകും. ഫിസിക്കലി that man is dead, no doubt at all. He is dead. അതേസമയം സമത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോ ചൊല്ലുന്നത്, ഈ അപ്പച്ചൻ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ടോ? കർത്താവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു. മരിച്ചെന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ മരിച്ചിട്ടുണ്ടോ? കാരണം ഈ ശരീരം ദൈവഹിതത്തിന് അനുസൃതമായി മാമോദീസായിലൂടെ അമരത്വം, നിത്യജീവന്റെ അനുഭവം പ്രാപിച്ചതുകൊണ്ട് മരണമില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ എത്രയോ സുന്ദരമാണ് ഈ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുമ്പോൾ പുരോഹിതൻ ചൊല്ലും, യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, ബാക്കി എന്നാ എല്ലാവരും ചുമ്മാങ്ങിരിക്കുക, ബാക്കി എന്നാ യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും പരിശുദ്ധന്മാരോടുകൂടിയുള്ള സഹവാസത്തിനും വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കുന്നു. മാമോദീസായിലൂടെ ലഭിച്ച നിത്യജീവൻ, ആ നിത്യജീവനിലേക്കുള്ള പ്രവേശനമാണ് ഈ മരണം. അതുകൊണ്ടാണ് മരണസമയത്ത് തൈലാഭിഷേകം നടത്തി യാത്ര അയക്കുന്നത്. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേ, സ്വീകരണം നേടാം കർത്താവിന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, സഹോദരങ്ങളെ, ഇതൊരു യാത്രയപ്പാണ്. നിങ്ങളിൽ നിന്ന് ഞാൻ താൽക്കാലികമായി വേർപിരിയുകയാണ്, പക്ഷെ സ്വർഗരാജ്യത്തിൽ എനിക്ക് വലിയൊരു വരവേൽപ്പുണ്ട്. ഈ യാത്രയപ്പിന്റെ അവസാനം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള എതിരേൽപ്പാണ്. ക്രോപകളാർക്കും ശ്രാപ്യങ്ങൾ കുഴലൂതും അവകാശി വരിക. ക്രോപന്മാരും ശ്രോപ്പന്മാരും ഒരുമിച്ച് ആ തട്ടഹസിക്കുകയാണ്. ഇവിടെ നിന്ന് യാത്ര അയക്കപ്പെടുന്ന വ്യക്തിയെ സ്വർഗരാജ്യത്തിൽ സ്വീകരിക്കുകയാണ്. അവർ വിളിച്ചു പറയുകയാണ്, ഗീവർഗീസേ, സമാധാനത്തോടെ വരിക എങ്ങോട്ട്? പറുദീസയിലേക്ക്. കാരണം പറുദീസയാണ് നിത്യജീവന്റെ ശ്രേഷ്ഠ അനുഭവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മാമോദീസ തൊട്ടിയാകുന്ന യോർദാൻ വിട്ട് മടങ്ങിയവരാണ്. ഈ ശരീരത്തെക്കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാകണം. ലഭിച്ച നിത്യതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന ശരിയായ ബോധം നമുക്കുണ്ടാകണം. ഇന്നത്തെ പല ഭിന്നതകളുടെയും പല പ്രതിസന്ധികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അവബോധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓർക്കണം, ഇന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, മതജീവിതം കേവലം ഒരു കാപട്യമായി അധപ്പതിക്കുകയാണ്. എന്താണ് കാരണം? നിലവിലിരിക്കുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് കേവലം അഭിനയമായി ജീവിതം അവസാനിക്കുന്നു. സഹോദരങ്ങളെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. രോഗവും ദുഃഖവും എല്ലാം മാറിക്കിട്ടും എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ശക്തിയായ വളരെ വളരെ അടിസ്ഥാനപരമായ ഒരു ചിന്തയുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഒന്നാം ഭാഗം ഞാൻ പറഞ്ഞു, നമ്മൾ നിത്യജീവന്റെ അവകാശികളാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവമക്കളാണ്. പക്ഷെ ഓർക്കണം, നമ്മൾ യാത്ര ചെയ്യേണ്ടത് പറുദീസയിലേക്കാണ്. എന്നാൽ നമ്മൾ കടന്നു പോകേണ്ട ഒരു വഴിയുണ്ട്. അതാണ് ഈ വേദഭാഗത്തിന്റെ രണ്ടാമത്തെ വശം. ഒന്ന്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. രണ്ടാമത്തേത്, ആത്മാവനെ എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. He was led by the Spirit in the wilderness, in the desert. By the Spirit he was led in the wilderness, in the desert. അവൻ ആത്മാവനെ നടത്തിയത് മരുഭൂമിയിലേക്കാണ്. പക്ഷേ മനുഷ്യജീവിതത്തിന്റെ ക്ലേശകരമായ ജീവിതമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. മാമോദീസ സ്വീകരിച്ചത് പറുദീസയിലേക്ക് പോകാനാണ്. പക്ഷെ പോയത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്ക്. ഇതാണ് ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനം. യാത്ര ചെയ്യും
ഒരു യാത്രയാണ്. അതാരംഭിച്ചത് മാമോദീസ തൊട്ടിയിൽ നിന്നാണ്. ഇതിന്റെ അവസാനം പർദീസയാണ്. എന്നാൽ ഈ യാത്ര അത് തുടരുന്നത് മരുഭൂമിയിലൂടെയാണ്. ലൈഫ് ഈസ് എ ജേർണി. Begins from baptismal fall, or we can say from baptism, and our last destination is paradise. But you know the way to paradise. The way to paradise is via wilderness. The way to paradise is via wilderness. You know, paradise is the real indwelling place of human being. God created men or human being not to dwell in the wilderness. Paradise is our abode. Paradise is our home. And God created us not to live here in the wilderness. Our destination is paradise. So we can say life is a journey to paradise. But beware, we have to go through the wilderness. Through the wilderness. You know, the desert is the dwelling place of devil. Desert is the dwelling place of devil, dominated by diabolic actions, diabolic influences. That's why we have to feel, we have to go through the difficulties, you know, the weakness and infirmities of this world, because this world is dominated by devil. It is the desert, so we have tribulations, we have challenges, we have temptations in this desert, in this wilderness. But you know, what is our inspiration? Our Lord said to us, you have tribulations, but we cheer. Why? Because I have overcome the tribulations. My dear friends, our spiritual life begins from baptism, and our last destination is paradise. But we have to go through wilderness. യാത്ര പർദീസയിലേക്കാണ്. ആരംഭിച്ചത് മാമോദീസ തൊട്ടിയിൽ. എന്നാൽ യാത്ര ചെയ്യുന്നു കുരിശിനെ നോക്കി എങ്ങോട്ട്? പർദീസയിലേക്ക്. പക്ഷെ യാത്ര ചെയ്യുന്നത് മരുഭൂമിയിലേക്കാണ്. മരുഭൂമിയിലൂടെയാണ്. മരുഭൂയാത്ര അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ്. The journey in the wilderness is inevitable. ആർക്കും ഇതിനെ ഒഴിവാക്കുവാൻ സാധിക്കത്തില്ല. പക്ഷെ എന്താണ് സത്യം? മരുഭൂയാത്രയതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി പകൽ മേഘസ്തംഭം മിസ്രയീമിന്റെ അടിമത്തത്തിൽ ജനം കഴിയുന്നു. മോശ മുഖാന്തരം ദൈവം തമ്പുരാൻ അവരെ വിടുവിച്ചു. ആദ്യമേ അവർ കടന്നുപോയത് വെള്ളത്തിലൂടെയാണ്. ചെങ്കടൽ കടന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ പറഞ്ഞു, ചെങ്കടൽ കടന്നത് മാമോദീസയുടെ മുൻകുറിയാണ്. അവരെത്തേണ്ടത് പാലും തേനുമൊഴുകുന്ന വിശാലവും സുന്ദരവുമായ കനാൻ നാട്ടിലാണ്. പക്ഷേ കനാൻ നാട്ടിൽ ചെല്ലണമെങ്കിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യണം. എത്ര നാൾ യാത്ര ചെയ്യണം? 40 വർഷം യാത്ര ചെയ്യണം. 40 വർഷം യാത്ര ചെയ്യണം. മരുഭൂമി യാത്ര അനിവാര്യമാണ്. ചിലപ്പോൾ ക്യാൻസർ വന്നേക്കാം, മറ്റുള്ളവർ നമ്മളെ നിന്ദിച്ചേക്കാം, കുരുടനായി പിറന്നേക്കാം, കുഷ്ഠരോഗിയായേക്കാം, കൂനിയായേക്കാം, ചീഞ്ഞഴിഞ്ഞവരായി കല്ലറയിൽ വെച്ചപ്പെട്ടേക്കാം. എന്നാൽ സഹോദരങ്ങളെ ഓർക്കണം, ഇത് ഈ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാണ്. ഇതിനെ അതിജീവിക്കണം, ഇതിനെ അഭിമുഖീകരിക്കണം. We have to face the temptations and we have to overcome the temptations because we are living in the wilderness. നമ്മൾ ഈ മരുഭൂമിയിൽ അധിവസിച്ചാലും പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മരുഭൂമി യാത്രയിൽ കരുത്തു പകരുന്ന ശക്തമായ 2 സ്രോതസ്സുകളുണ്ട്. ഒന്ന് അഗ്നിത്തൂണ്, രണ്ടാമത്തേത് മേഘസ്തംഭം. സഹോദരങ്ങളെ, അവിടെയാണ് നാം കാവടിയായി പോകാത്തതിന്റെ കാരണം. ഉഗ്രമായ ചൂടിൽ ജനതയെ സംരക്ഷിക്കുവാൻ മേഘസ്തംഭം. അതുകൊണ്ട് ജനം മരുഭൂമിയിൽ മേഘസ്തംഭത്തിൽ കാത്തുകൊള്ളപ്പെട്ടു. രാത്രിയുടെ ക്രൂര
നടുവിൽ അവൻ പ്രകാശ സ്തംഭമായി ജനതയുടെ മുമ്പിൽ നിന്നു. ഇതാണ് നമ്മുടെ ആശ്രയം. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിച്ചവർക്ക് പർദീസയിലേക്കുള്ള യാത്രയിൽ ശ്രേഷ്ഠമായ 2 സഹായങ്ങൾ, ദൈവീക സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷമായ 2 തെളിവുകളുണ്ട്. അതാണ് ആരാധനയും കൗദാശിക ജീവിതവും, മേഘസ്തംഭവും അഗ്നിത്വവും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നത്? There is a reasonable explanation. Because we are living in the wilderness. You know, the sacraments are giving a living representation of the risen Christ among the worshipping community. ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിലെ ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. It's not a mere repetition. It's not a mere remembrance. But in which, through the sacraments, we experience the presence of living, the risen God. ഉദ്ധിതനായ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് കുർബാന നമുക്കൊരു ആവർത്തന ശുശ്രൂഷയല്ല, കേവലം ഒരു ഓർമ്മയല്ല, മറിച്ച് അനുഭവമാണ് സഹോദരങ്ങളെ. മാമോദീസ ഒരു അനുഭവമാണ്. അനുഭവിച്ചറിയുന്നു. നാളെ കൂടാര പെരുന്നാളിലൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ തേജസ്, വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ സാന്നിധ്യം ആരാധനയിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന നിമിഷമാണ്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ആരാധന നമ്മെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം ഈ ലോകത്തിൽ ലോകത്തെയും ദുഃഖത്തെയും പ്രയാസത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ശ്രേഷ്ഠമായ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയും കൗദാശിക ജീവിതവുമാണ്. കാരണം മരുഭൂമി പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് പ്രാർത്ഥനയാലും ബാക്കിയല്ല, ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. മരുഭൂമി യാത്ര കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും അനുഭവമുള്ള യാത്ര. എന്നാൽ ഈ യാത്രയിൽ അനുഭവിച്ചറിയേണ്ട വലിയൊരു ദൈവീക രഹസ്യമുണ്ട്. ഈ യാത്രയിൽ ഞാൻ നിങ്ങളും ദൈവികമായ തേജസ് കൊണ്ട് നിറയുമെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഞാൻ ഒരു കാര്യം പ്രായോഗിക ജീവിത തലത്തിൽ പറയട്ടെ. നമുക്കെല്ലാവർക്കും മനസ്സിലാകാത്ത ഒരു വിഷയമാണ്. എന്തുകൊണ്ട് വളരെ ആധ്യാത്മികമായി ജീവിക്കുന്ന പല മനുഷ്യരും അനവധി ദുരിതങ്ങളെ അഭിമുഖീകരിക്കുന്നു? ചില മരണങ്ങൾ, ചില ജീവിത പരാജയങ്ങൾ, അതിനൊന്നും ഉത്തരവില്ല. കട്രീനായും റീത്തയും സുനാമിയും ഒക്കെ വന്നപ്പോൾ എത്രയോ സാധാരണക്കാരായ മനുഷ്യർ, വളരെ നിഷ്കളങ്കരായ മനുഷ്യർ ഈ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. എന്താണ് ഈ ലോകത്തിന്റെ ദുരിതങ്ങളുടെ കാരണം? Why do the innocent suffer? We cannot answer clearly. എന്തുകൊണ്ടാണ് ദുരിതങ്ങൾ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സാധാരണക്കാർ വിഷമിക്കുന്നത്? സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അർത്ഥം? നസ്രായക്കാരൻ വിളിച്ചു പറയുന്നു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയല്ല. എന്റെ മകനെ, നിന്നെ ഇവർ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അവൾ പ്രാവിനെ പോലെ കുറുകുവാനും നിലവിളിച്ച് കരയുവാനും തുടങ്ങി. എത്രയോ വേദന കൊണ്ട് നിറഞ്ഞ നിമിഷമാണ് സഹോദരങ്ങളെ. ഗോകുൽനാട് ഉത്തങ്ക സംഘം, പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ടവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും ഒഴുകി. പരിശുദ്ധനായ അപ്രയം പറയുന്ന ഒരു വാക്കുണ്ട്, Through the pierced side of my Lord I saw paradise. അവന്റെ കുത്തിത്തുറക്കപ്പെട്ട വിലാവിലൂടെ ഞാൻ എന്നാ കണ്ടു? പറുദീസ കണ്ടു. അതുകൊണ്ട് എന്തിനാണ് അവൻ കുത്തേറ്റത്? എന്തിനാണ് അവൻ കഷ്ടമനുഭവിച്ചത്? സഹോദരങ്ങളെ, ഇതാണ് പറുദീസയുടെ അർത്ഥം. ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും നമുക്ക് ഉത്തരം ലഭിക്കാത്ത വിഷയങ്ങളാണ്. പക്ഷെ എന്തിനാണെന്നോ ഈ ദുരിതങ്ങൾ, എന്തിനാണെന്നോ ഈ കഷ്ടപ്പാടുകൾ? പറുദീസ യാത്രയിലേക്ക് ശോഭനമായി പ്രവേശിക്കുവാനുള്ള അനിവാര്യ ഘടകങ്ങളാണ് ഈ കഷ്ടത. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. എന്നതിനെ കുറിച്ചുള്ള പ്രത്യാശ, നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ. അതുകൊണ്ടാണ് ആമത്തിൽ കാലുകൾ കൂട്ടപ്പെട്ടിട്ടും പൗലൂസും ശീലാസും കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് എന്നടുത്തു. അവരുടെ ദുരിതങ്ങളെ ഓർത്ത് പ്രാകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തില്ല, മറിച്ച് പാട്ടുപാടി. അവിടെയാണ് ജീവിതം. അതാണ് ജീവിതത്തിന്റെ അർത്ഥതലം. നമുക്കറിയാം, വലിയുന്നുടയോ കയ്യാൽ മകുടം
ഘോഷമിറങ്ങുന്നു മണവാളനയാരായൻ അണിയിക്കും മകുടം രമ്യം. മറന്നുപോയി, ഒത്തിരി നാള് മുമ്പ് നടന്നൊരു സംഗതി. വലിയുന്നുടയോ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധനായവന്റെ തൃക്കൈകളാൽ ശ്രേഷ്ഠ കിരീടം തലയിൽ വയ്ക്കപ്പെട്ടു. എന്താണ് ആ ശ്രേഷ്ഠ കിരീടം? ശുഭചിന്തം താൻ ശ്ലീവ വിജയക്കൊടി താൻ ശ്ലീവ നമ്മെ രക്ഷിച്ചിടും ശ്ലീവായിൽ പുകഴുന്നു നാം. ഇതാണ് നമ്മുടെ കിരീടം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തുറക്കപ്പെട്ട കല്ലറയിലേക്ക് നമുക്ക് യാത്ര ചെയ്യണം. പക്ഷെ തുറക്കപ്പെട്ട കല്ലറയിൽ ചെല്ലണമെങ്കിൽ ഗോകുൽത്താ വഴി പോകണം. കുരിശില്ലാതെ ഉയർപ്പിന്റെ മഹത്വമില്ല. അവിടെയാണ് കഷ്ടതയ്ക്കൊരു അർത്ഥതലമുള്ളത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവൻ കുരുടനായി പിറന്നതിന്റെ കാരണം ഇവനോ ഇവന്റെ മാതാപിതാക്കളോ പാപം ചെയ്തതുകൊണ്ട് അല്ല, ദൈവമഹത്വം ഇവരിൽ വെളിപ്പെടുവാറുണ്ട്. എന്താണ് ദൈവമഹത്വം? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് മഹത്വം. ഇതാണ് സുവിശേഷം. അതുകൊണ്ട് അവന്റെ ഉയർപ്പിനെ മനസ്സിലാക്കണമെങ്കിൽ ഈ കുരിശ് അനിവാര്യമാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവനെ സഹോദരങ്ങളെ, നമ്മൾ മാമോദീസ തൊട്ടിയിലൂടെ ദൈവത്തിന്റെ മക്കളായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി ഈ മാമോദീസ തൊട്ടി വിട്ടു മടങ്ങിയവരാണ്. ഇത് സഭാമാതാവിന്റെ ഉദരമാണ്, ഗർഭപാത്രമാണ്. ഇവിടെ നിന്ന് ക്രിസ്തുവിൽ പ്രിയ മക്കളായി ജനിച്ചവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നു മരുഭൂമിയിലൂടെ. കഷ്ടപ്പാടുണ്ട്, ദുരിതങ്ങളുണ്ട്, ജീവിത പ്രയാസങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ഈ ജീവിതം സക്സസ്ഫുൾ ആയിരിക്കണമെന്നില്ല. ഇന്നത്തെ ലോകം പഠിപ്പിക്കുന്നത് fly high and imagine too much expectations in your mind. മനസ്സിൽ വലിയ വലിയ പ്രതീക്ഷകൾ പൊട്ടിമുളക്കണം, ഉന്നതത്തിൽ പറക്കണം. അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ജീവിതം സക്സസ്ഫുൾ ആകത്തുള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം, അമേരിക്കയിൽ ഒരു കുഞ്ഞു സാധനം, ഒരു സ്മോൾ തിങ് നമ്മുടെ കയ്യിൽ തന്നാലും പറയും എൻജോയ് ഇറ്റ്, ബിക്കോസ് വി തിങ്ക് ലൈഫ് ഈസ് ഫോർ എൻജോയ്മെന്റ്, ഫോർ മേക്കിംഗ് ഹാപ്പി ആൻഡ് പ്ലഷർ. പക്ഷെ സഹോദരങ്ങളിൽ, ചാൻസസ് ആർ നെവർ വെയിറ്റിംഗ് ഫോർ us. അതാണ് ഇന്നത്തെ പ്രമാണം. അവസരങ്ങൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്ന ചിന്ത, ലൈഫ് ഈസ് ഫോർ മണി മേക്കിംഗ്, ഫോർ എൻജോയ്മെന്റ്, ഫോർ പ്ലഷർ സീക്കിംഗ്. ബട്ട് beware, we are the temple of God Almighty. Our journey is through the wilderness. Beware of the eternity. Beware that we are the children of God Almighty. നമ്മുടെ ദൈവമക്കളാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്, നിത്യജീവന്റെ അവകാശികളാണ്. ഇത് മറന്നുകൊണ്ട് ആസ്വദിക്കുവാനുള്ളതല്ല ഈ ലോക ജീവിതം. അതാണ് ഈ മരുഭൂയാത്രയിൽ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചിന്ത. സഹോദരങ്ങളെ, ഈ മരുഭൂയാത്രയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അഭിമുഖീകരിക്കുന്ന ട്രിബുലേഷൻസ്, അഭിമുഖീകരിക്കുന്ന ചാലഞ്ചസ് അനവധിയാണ്. എന്ത് ചെയ്യണം? ഈ കഷ്ടപ്പാടുകളെ അഭിമുഖീകരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് ഈ വേദഭാഗത്തിന്റെ മൂന്നാമത്തെ വാക്യം. ഒന്ന്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ, ബാക്കി പറഞ്ഞ യോർദാൻ വിട്ടു മടങ്ങി. Return from the river Jordan full of Holy Spirit. This is the first phase of this world. And you know the second phase, he was led to the wilderness. You know the wilderness is the dwelling place of devil. And we have to face number of challenges, temptations there. How to overcome these temptations? How to face these tribulations? അവിടെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന മൂന്നാം ഭാഗം. അവൻ 40 രാവും 40 പകലും
പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ തൊട്ടടുത്തൊരു വാചകമുണ്ട്, ആ നാളുകളിൽ അവനൊന്നും he ate nothing. On those days he ate nothing. അവനൊന്നും ഭക്ഷിച്ചില്ല ആ നാളുകളിൽ. ഏത് നാളുകളിൽ? when he was tempted by the devil. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്നും ഭക്ഷിച്ചില്ല. ഈ സമയത്ത് ഒരു പാട്ട് പാടി സ്റ്റോപ്പ് കഴിച്ചു. എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ന്യൂമറിക്കൽ 40 days and 40 nights എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. യേശുക്രിസ്തു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് കേവലം മരുഭൂമിയിലെ 40 ദിവസം 40 രാത്രിയും പകലുമല്ല. അവൻ ഗോഗുൽഥായുടെ ഉത്തരംഗ ശൃംഗത്തിൽ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന നിമിഷം വരെ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നവൻ നിലവിളിച്ചു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുന്നുണ്ട്. അവനെ നിലവിളിച്ചതുപോലും പൈശാചിക പ്രലോഭനത്തിന്റെ മൂർധന്യാവസ്ഥയാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അർത്ഥം? എബ്രായ ചിന്ത അനുസരിച്ച് 40 days and 40 nights represents a span of human life on earth. ഈ ഭൂമിയിലുള്ള മനുഷ്യ ജീവിതത്തിന്റെ ദൈർഘ്യമാണ് 40 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത്. മാമോദീസ വിട്ടുമടങ്ങുന്ന നമ്മൾ മാമോദീസ തൊട്ടി മുതൽ സമാധാനത്തോടെ ഈ ലോകത്തോട് യാത്ര പറയുന്ന നിമിഷം വരെ, മരണം വരെ നമ്മൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന ടെംപ്ടേഷൻ, നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ കേവലം ചുരുങ്ങിയ കാലഘട്ടത്തേക്കുള്ളതല്ല. ജീവിതാവസാനം വരെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് ഈ പ്രതിസന്ധികളുടെ മൂർധന്യാവസ്ഥ? കർത്താവ് അഭിമുഖീകരിച്ച 3 പരീക്ഷകളിലൂടെ വളരെ ചുരുക്കി ഞാനിതൊന്ന് വിവരിക്കാം. വിവിധ വശങ്ങൾ ഈ പ്രതിസന്ധികൾക്കുണ്ട്. എന്നാൽ അത് സമുജ്ജസമായി സമന്വയിച്ചിരിക്കുന്നു. The 3 temptations that Jesus faced in the wilderness. What are they? യഥാർത്ഥത്തിൽ അവ ഏതൊക്കെയായിരുന്നു? There are 3 temptations that Jesus faced in the wilderness. മരുഭൂമിയിൽ അദ്ദേഹം അഭിമുഖീകരിച്ച ശ്രദ്ധേയമായ 3 ടെംപ്ടേഷൻസ് ഉണ്ട്. 40 രാവും 40 പകലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ നാളുകളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. പിശാച് യേശുവിന്റെ അരികെ വന്നു. യേശുവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നു. എന്നാ പറഞ്ഞു? ഇത്രയും നേരം ഞാൻ പറഞ്ഞു വന്ന രീതിയിൽ ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ ടോൺ. യേശുവിനോട് പിശാച് പറഞ്ഞു, നിനക്ക് വിശക്കുന്നു. സഹോദരങ്ങളെ, എന്താണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രലോഭനം? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് ലസ്റ്റാണ്. ലസ്റ്റ് ഫോർ സെക്സ്. പുരുഷന് സ്ത്രീയോടും സ്ത്രീക്ക് പുരുഷനോടും അമേരിക്കയിൽ അല്ലാതെയും തോന്നുന്ന വൈകാരികതയാണ് ഏറ്റവും മനുഷ്യനെ അഭിമുഖീകരിക്കുവാൻ, അതിജീവിക്കുവാൻ സാധിക്കാത്ത വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സെക്സ് ആണ്. അതാണ് ഏറ്റവും വലിയ ടെംപ്ടേഷൻ. In accordance with the opinion of Sigmund Freud, is known as the father of modern psychology. പക്ഷെ എന്താ സഹോദരങ്ങളെ വലിയ പ്രലോഭനം? നമ്മുടെ പിതാക്കന്മാർ പറയുന്നത് സെക്സ് അല്ല എന്നാണ്. സെക്സ് അല്ല ഏറ്റവും വലിയ പ്രലോഭനം. എന്താണ് ഏറ്റവും വലിയ പ്രലോഭനം? അമേരിക്കയിൽ അധികം പേരും അനുഭവിക്കാത്ത ഒന്നാണ്. എന്താണ് വലിയ പ്രലോഭനം? വിശപ്പാണ് വലിയ പ്രലോഭനം. അതുകൊണ്ടാണ് പ്രായമായ നമ്മുടെ തനി മലയാള ഭാഷയിൽ കാരണവന്മാര് പറയും, 10 പട്ടിണി കിടക്കുമ്പോൾ മറ്റെല്ലാ ചിന്തകളും മനുഷ്യനിൽ നിന്ന് പോകും. പിന്നെ മനുഷ്യൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്നതെന്ന ആഗ്രഹം കഴിക്കണം. സഹോദരങ്ങളെ, കഴിക്കണം, തിന്നണം. ഇതാണ് വലിയ പ്രലോഭനം. പിശാച് യേശുവിനോട് പറഞ്ഞു, എന്നാ പറഞ്ഞു? പിശാച് യേശുവിനോട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നു. Never ending thirst for food, for authority, for power, for manipulation and everything. Never ending thirst for human. മനുഷ്യന്റെ ഒരിക്കലും അവസാനിക്കാത്ത ഒടുങ്ങാത്ത ആഗ്രഹം. എന്തിനു വേണ്ടിയുള്ള ആഗ്രഹം? തിന്നണമെന്ന ആഗ്രഹം. ഇതൊരു വല്ലാത്ത വാക്കാട്ടോ.
മൃഷ്ടാന്ന ഭോജനം കഴിഞ്ഞ് നല്ലതുപോലെ നിറഞ്ഞിരിക്കുന്ന മനുഷ്യരോട് ആവർത്തിച്ചാവർത്തിച്ച് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അധികം പറയേണ്ട 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. നന്നായിട്ട് നിറഞ്ഞിരിക്കുന്നവരോടും വിശക്കുന്നു വിശക്കുന്നു, അറിയാതെ തോന്നും. എന്നാ തോന്നും? വിശക്കുന്നു. ഇതാണ് പ്രശ്നം. നിനക്ക് വിശക്കുന്നു. വിശന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യണം? തിന്നണം. ഇതൊരു വല്ലാത്ത വാക്കാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ അമ്മമാരെ ആകപ്പാടെ 1 or 2 കുഞ്ഞുങ്ങൾ അല്ലേ? നാട്ടിൽ വലിയൊരു ഗതികേടാണ്. 1 ഏറിയാൽ 2. അതേസമയം പഴയ അമ്മയ്ക്ക് ഇവിടെ ഇരിക്കുന്ന 50 വയസ്സിന് മുകളിലുള്ള 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സഹോദരങ്ങൾ 8. ആ അമ്മ പ്രസവിച്ചത് 8 കുഞ്ഞുങ്ങളെ അല്ലെ 10 കുഞ്ഞുങ്ങളെ, 10 മക്കൾ, 4 പശു, 30 കോഴി, എല്ലാം കൂടെ വളർന്നു വീട്ടിൽ. എന്തൊരു രസം! നാട്ടിലെ ആ പഴയ ഗ്രഹാതിരിക്കുന്ന കടന്നുമൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പഴയ അമ്മയുടെ മാനസികാവസ്ഥ 8 പേർ കൂടെ വിളമ്പി വെക്കും. 4 മണി കഴിഞ്ഞ് ഏറ്റവും ഭയങ്കര വിശപ്പ് ജീവിതത്തിൽ അനുഭവിക്കുന്ന എപ്പോഴാണ്? 4 മണിക്ക് സ്കൂൾ വിട്ട് തിരികെ വരുമ്പോഴാണ്. സ്കൂൾ വിട്ട് തിരികെ വരുമ്പം 8 പേർ കൂടെ അമ്മ വിളമ്പി വെക്കും. 8 പേർ കൂടി ഒരുമിച്ച് കഴിക്കും. അമ്മ മാറി നിൽക്കും. മൂത്ത ആളുകൾ, മൂത്ത സഹോദരനും ഒക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെട്ടി വീടിക്കും, സ്വാടവും ഡബറിതി. അപ്പൊ അമ്മ മാറി എന്ന് പറയും, കൊടുക്കണം. ആർക്ക് കൊടുക്കണമെന്ന് ഇളയത്തിങ്ങൾ കൂടെ കൊടുക്കണം. നിന്നോളം ധൃതി വെച്ച് ഭക്ഷണം വലിച്ചു വാരി തിന്നാൻ സാധിക്കാത്ത ഇളയത്തിങ്ങൾ കൂടെ. അതുകൊണ്ടാണ് 3 വർഷം കൂടി നാട്ടിൽ ചെല്ലുമ്പം വലിയൊരാഗ്രഹം. ആരെ കാണണം? കുഞ്ഞുപെങ്ങളെ കാണണം, അല്ലേ? സഹോദരനെ കാണണം. എന്താണെന്ന് അങ്ങനെ ഒരു തോന്നിയതിന്റെ കാരണം പണ്ട് അമ്മ പറഞ്ഞിരുന്നു ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച്. എന്നാ പറഞ്ഞു? കൊടുക്കണമെന്ന് പറഞ്ഞു. അതേസമയം ഇന്നത്തെ അമ്മ പിള്ളേരോട് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് തിന്ന്. അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉണ്ട്. എന്നാന്നറിയാവോ? ഒബീസിറ്റി. തിന്ന് യാതൊരു ഷേപ്പുമില്ല, ഒടുങ്ങാത്ത വിശപ്പ്, നിയന്ത്രണമില്ലാത്ത ഭക്ഷണം. അതേസമയം പഴയ അമ്മ, പൗരാണിക ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ പ്രതിനിധി, ആ അമ്മ പറഞ്ഞത് കൊടുക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഓർത്തെ. പണ്ട് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം, തെക്കൻ പ്രദേശങ്ങൾ, അടൂര്, കൊട്ടാരക്കര, വടക്കൻ പ്രദേശങ്ങൾ എല്ലാം ഒക്കെ ഒന്ന് ചിന്തിച്ച്. ഇത്രയും ജനനിബിഡമല്ല അന്ന്. രാത്രി 8 മണി കഴിഞ്ഞാൽ അവസാനത്തെ ബസ് കഴിയും. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അകലെ നിന്ന് ആരാണ്ടോ ലക്ഷ്യമാക്കി വരുന്നു നമ്മുടെ വീടിനെ. നമ്മൾ ഭക്ഷണം കഴിക്കുക. പക്ഷെ അമ്മ ആരോ വരുന്നത് കണ്ടു. എന്നിട്ട് അമ്മ വിളിച്ചു പറഞ്ഞു, ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെട്ടെന്ന് കഴിക്കരുത്, വരുന്നവർ കൂടി. ബാക്കി വരുന്നവർ കൂടി. അതുകൊണ്ട് മൂത്ത സഹോദരങ്ങൾ പലരും അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ നല്ല ഭാഷയിൽ പറഞ്ഞ കഞ്ഞിക്കകത്ത് കൈയിട്ടതാണ്. പക്ഷെ പെട്ടെന്ന് കൈയെടുത്തു. എന്താ കാരണം? ഈ വിളമ്പി വെച്ചത് വരുന്നവർ കൂടെ. ഇന്നത്തെ അമ്മ നമ്മുടെ കൊച്ചു വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ കേൾക്കുന്നു. അമ്മ ഉടനെ കൊച്ചിനോട് പറഞ്ഞു, ആരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം നിന്റെ മുമ്പിൽ കിട്ടിയത് വെട്ടി വലിച്ച് തിന്നണം. ആർക്കും കൊടുത്തില്ല. ഇതാണ് പ്രശ്നം. യേശുവിനോട് പിശാച് പറഞ്ഞു, നിനക്ക് വിശക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ അവതരിപ്പിച്ചതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി. ഇങ്ങനെ തിന്ന് വളരുന്നതാണ്. കുറെ കഴിയുമ്പോൾ സഹോദര ബന്ധമില്ല. ആരാണ് പെങ്ങളെന്നറിയത്തില്ല, ആരാണ് സഹോദരനെന്നറിയത്തില്ല. ചില അവസരങ്ങളിൽ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഈ